ലോകമാങ്കും ഭൂരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമി. സുഭാഷിതം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. Later he appeared to the 11 as they sat at the table, and he rebuked their unbelief and hardness of heart, because they did not believe those who had seen him after he had risen. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായി മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും ലോകത്തിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗവും തുടർന്ന് സ്വർഗാരോഹണവും രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ യൂദ ഒഴികെ മറ്റ് 11 ശിഷ്യന്മാരും ഭക്ഷണത്തിന് കൂടിയിരിക്കുന്നു. അവരുടെ നടുവിലാണ് കർത്താവ് പ്രത്യക്ഷനായത്. ശിഷ്യന്മാർക്ക് അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു അത്. താൻ ക്രൂശിക്കപ്പെടുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവിടുന്ന് തന്നെ പലതവണ ഉറപ്പ് നൽകിയിട്ടും യേശു തന്റെ വാഗ്ദാനം നിറവേറ്റിയെന്ന് നിരവധി ദൃക്സാക്ഷികളുടെ സാക്ഷ്യം വഹിച്ചിട്ടും ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ ജീവിച്ചവർ, അവിടുത്തെ വാക്കുകളും വചനങ്ങളും കേട്ടവരും അനുസരിച്ചവരും 3 ദിവസം കർത്താവ് കൂടെയില്ലായിരുന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവിശ്വാസവും കാഠിന്യവും ഉണ്ടായി. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ഇറങ്ങിയ നാം പലപ്പോഴും കർത്താവിനെ സംശയിക്കാറില്ലേ? കഴിഞ്ഞകാല ജീവിതത്തിൽ പല പ്രതിസന്ധിയിലും കർത്താവ് നമ്മോടുകൂടെ ഉണ്ടായിരുന്നു, നമ്മെ വിടുവിച്ചു, വേണ്ടതായ നന്മകൾ തന്നു. ഇതെല്ലാം സത്യമാണെങ്കിലും ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചു പോകും, കർത്താവ് എന്നോട് കൂടെയില്ല, എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രതിസന്ധികൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അവിശ്വാസവും ഹൃദയകാഠിന്യവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. എബ്രായർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. അവിശ്വാസമുണ്ടാകുമ്പോൾ ദുഷ്ടഹൃദയമുണ്ടാകുന്നു. ദുഷ്ടഹൃദയമുണ്ടാകുമ്പോൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ കനാൻ ദേശത്തിലേക്ക് വിശ്വാസത്താൽ യാത്ര ചെയ്തു. യാത്രാമധ്യേ അവരുടെ ജീവിതത്തിൽ അവിശ്വാസം ഉടലെടുത്തു. അവിശ്വാസത്തിന്റെ പ്രതിഫലനം എന്നവണ്ണം അവർ അനുസരണം കെട്ടവരായി തീർന്നു. അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. മർക്കോസ് 16:16 കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടുമെന്ന്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവവചനം പറയുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് നീതിമാന്മാരായി തീരുന്നത്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും കൊണ്ട് വെളിപ്പെടുന്നു. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരികയില്ല. എങ്ങനെയാണ് നമുക്ക് വിശ്വാസമുണ്ടാകുന്നത്? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് റോമർ 10:17 എഴുതിയിരിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും നാം നടക്കേണ്ടത്. ആകയാൽ യേശുവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ അവിശ്വാസികളായി തീർന്നു പോകാതെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ച് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.